ഹലോ. അപ്പതാ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആവണമെന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട്. പിന്നെ അനുസരണശീലം തൊട്ട് തീണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് കേൾക്കാറില്ല. അപ്പം അതൊക്കെ പോട്ടെ. എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? പണ്ട് ഭയങ്കര വൈറലായിരുന്നു, ഇപ്പം തിരക്കേടില്ല. അതാണ് വിട്ട് കളയണം. ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറേ കാലത്തെ എന്ന് വെച്ചാൽ ഒരു 10 മുന്നേ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു തോന്നലാണ്, എന്തിനാ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാ എന്നൊക്കെ. കാരണം ഞാൻ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. പിന്നെ പണ്ടത്തെ കുറേ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അതവിടെ ഇരുന്നോട്ടെ, വലിയ ഉപദ്രവമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ ഈ ഫേസ്ബുക്കിനൊരു സ്വഭാവമുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും. എടുത്തു നോക്കുമ്പോൾ വല്ല ക്രിഞ്ച് മെമ്മറിയൊക്കെ ആയിരിക്കും. ഈ നല്ല മെമ്മറി ആണെങ്കിൽ കുഴപ്പമില്ല, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. ഇനി അതല്ലെങ്കിൽ മൂഡ് പോയി. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ടോപ്പിക്ക് മനസ്സിൽ വന്നത്. നിങ്ങളും ഇതുപോലെ പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിയിരിക്കുകയാണോ? വിട്ട് കളയണോ, അതോ വിട്ട് കളയണ്ടേ, അതോ ചേർത്ത് പിടിക്കണോ എന്ന കൺഫ്യൂഷനിലാണോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. നമ്മൾ നമ്മുടെ ലൈഫിൽ വിട്ട് കളയേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ദേഷ്യം. ഞാൻ ദേഷ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിഷ്ടമല്ലാത്തവരോ അല്ലെങ്കിൽ നമ്മളെ പണ്ട് വേദനിപ്പിച്ചവരോ അങ്ങനെയുള്ളവർക്ക് പിന്നീട് ഒരു മോശ കാലഘട്ടം വരണമെന്നോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കർമ്മയാ, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പാടെ വിട്ട് കളയണം. എന്ന് വെച്ചാൽ നന്മമരമാകണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ദേഷ്യവും വാശിയൊക്കെ മനസ്സിൽ വെക്കുമ്പോഴേ അതൊരു തരത്തിലുള്ളൊരു നെഗറ്റീവ് എനർജിയാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ നല്ലതിന് വേണ്ടി അതങ്ങോട്ട് വിട്ട് കളയണം. രണ്ടാമത്തേത്, കൂടെ കൂടെ സങ്കടപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എനിക്ക് തോന്നാറുണ്ട്, കരഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് കരഞ്ഞു തീർത്താൽ പോരെയെന്ന്. പക്ഷെ എല്ലാ കാര്യത്തിലും നമുക്കങ്ങനെ പറ്റണമെന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവർ നമ്മൾ ജഡ്ജ് ചെയ്താലോ എന്നൊക്കെയുള്ള തോന്നൽ കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളും ഒക്കെ ഒരു കാരണമായേക്കാം. എന്നാലും നമുക്ക് ഒട്ടും കൺട്രോളില്ലാത്ത എന്തിനെക്കുറിച്ചെങ്കിലുമാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് വിട്ടുകളയാവുന്നതേ ഉള്ളൂ. ഞാനീ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലാന്ന് എനിക്കും അറിയാം. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാലോ. മൂന്നാമതാണ് അവഗണന. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ ഡയലോഗ് അടിക്കാനേ കൊള്ളത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ആ അവഗണന അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുള്ളൂ. നിങ്ങളങ്ങനെ ആരെങ്കിലുമൊക്കെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ പറ്റുന്ന അവസരമാണെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം. എന്നാൽ മറ്റുള്ളവർ നമ്മളെ അവഗണിച്ചത് കൊണ്ട് നമ്മൾ മോശമാണെന്നോ നമ്മൾ ഒരുപാട് വീക്കാണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വാലിഡേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നിടത്ത് ഇതൊന്നും ഒന്നുമല്ലാതെയായിരിക്കും. അടുത്തതാണ് മെമ്മറീസ്. എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിനെ പോലെയാണ് നമ്മുടെ മനസ്സ്. ഇടയ്ക്കിടയ്ക്ക് പഴയ വല്ല കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ നല്ലതായിരിക്കാം, അതല്ലെങ്കിൽ മോശമായിരിക്കാം. പക്ഷെ മോശമായിട്ടുള്ള മെമ്മറികളാണ് നമുക്ക് ഒരുപാട് മനസ്സിൽ വരുന്നതെങ്കിൽ നിങ്ങളതിനെ വിട്ടുകളയേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഒരു രീതിയിലും സെർവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് സമയം കളയണ്ടല്ലോ. ഈ ലിസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ വില്ലനാണ് നെഗറ്റീവ് തോട്ട്സ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് മിഡ് നൈറ്റ് ആണ് ഏറ്റവും നല്ല സമയം. അതെന്താണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉറക്കമില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവരുടെ വരവ്. പിന്നെ അതോടെ അന്നത്തെ ഉറക്കം പോയി കിട്ടി. ഒരു കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പിന്നെ അതിങ്ങനെ ഡോറയെ പോലെ കാടും മലയും പുഴയും ഒക്കെ താണ്ടി എവിടെയോ ചെല്ലും. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാവും. എന്നെ പോലെയാണോ നിങ്ങളും? അങ്ങനെ ഉറങ്ങാതാവുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കും. അങ്ങനെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ വിട്ടുകളയണം. ഇനി ഈ കൂട്ടത്തിൽ അവസാനത്തേതാണ് ഗിൽട്ട്, അതായത് കുറ്റബോധം. പലപ്പോഴും ഗിൽട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചില സമയത്ത്, അതായത് നമ്മൾ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും അതിന് അർഹതപ്പെട്ടവരായിരിക്കില്ല. എന്നാലും അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് മൂലം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ
അത് നിങ്ങൾ ഒന്നുകൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വയം കുറ്റബോധം തോന്നുകയാണ്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ അവരോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ പറയണമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ മാപ്പ് പറഞ്ഞ് അതങ്ങ് തിരുത്തിയേക്കണം. ഇനി ഒട്ടും മെച്ചപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കേ. അതും കെട്ടിപ്പിടിച്ച് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പൂ പറിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല ഈ വിട്ടുകളയുക എന്നത്. എനിക്കും അറിയാം. കണ്ടില്ലേ, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനേ ഞാൻ 1 വർഷമാണ് എടുത്തത്. അപ്പോൾ കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയമുണ്ട്. ആ സമയത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുകളയാനുള്ള പരിശ്രമത്തിലാണെങ്കിൽ, എൻ്റെ പോഡ്കാസ്റ്റ് ഒരു നിമിത്തമായിക്കോട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും പോരെ. ഇനി ഞാൻ സംസാരിച്ചാലേ കൂടുതൽ ഫിലോസഫി ആയിരിക്കും, പിന്നെ പരമ ബോറാവും. അപ്പോൾ ബൈ ബൈ.